നമസ്കാരം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ 4 വീഡിയോകളായി പഠിച്ച കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്ത് ചാപ്റ്റർ സമ്മറിയാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ ആദ്യം പഠിച്ചത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എന്തൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ്സിൻ്റെ ഭാഗങ്ങൾ? എ പെയർ ഓഫ് ടെസ്റ്റിസ്, പിന്നെ ആക്സറി ഡക്റ്റ്, ആക്സറി ഗ്ലാൻസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. അതിൻ്റെ ഡിഫറെൻറ്റ് ഭാഗങ്ങളുടെ ഡയഗ്രാം നമ്മളിപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗം പ്രത്യേകിച്ച് പറയുമ്പോൾ യുറീത്ര, യൂറിനറി ബ്ലാഡറൊക്കെ കൂടാതെ ഇവിടെ പ്രധാനമായിട്ടും ടെസ്റ്റിസ് എന്നുള്ള ഡിഫറെൻറ്റ് ഡക്റ്റ് സിസ്റ്റവും അതേപോലെ തന്നെ ഗ്ലാൻസുമാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. അതേപോലെ എക്സ്റ്റേണൽ ജെനിറ്റായിട്ടുള്ള പെനിസ്, അതിൻ്റെ ഭാഗങ്ങൾ കൂടി പറയുന്നു. ദ ഡക്റ്റ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് റെറ്റ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിരിഡൈമിസ്, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, യുറീത്ര ആൻഡ് യുറീത്രൽ മീറ്റസ്. ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളത്. നമ്മൾ ഓർമ്മ വേണം, കാര്യങ്ങളൊക്കെ നാം പറഞ്ഞിരുന്നു. ചാപ്റ്റർ സമ്മറിയാണ് പറയുന്നത്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞത് ഓർമ്മ വേണം. എന്തൊക്കെയായിരുന്നു? സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഭാഗം പറയുമ്പോൾ 2 സെൽസ് ഉണ്ട്. സ്പെർമറ്റഗോണിക് സെല്ലും സെർട്ടോളി സെൽസും. അതിൻ്റെ റോള്, ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. സെർട്ടോളി സെൽസ് പ്രൊവൈഡ് ന്യൂട്രിയൻഷൻ ആൻഡ് സ്പെർമറ്റഗോണിക് സെല്ല് പ്രൊഡ്യൂസ് സ്പെർമറ്റഗോണിയ അല്ലെങ്കിൽ ആക്ട് ആസ് ദ സ്പെർം സെൽ. ഇൻഡസ്ട്രിയൽ സെൽസ് പ്രൊഡ്യൂസ് ലെഡിക് സെൽസ് വിട്ട് പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിലോ, മെയിലാണ് നമ്മൾ എന്തുകൂടി പറയാൻ പിന്നീട് ഗ്ലാൻസ്, പെനിസ്, അതേപോലെ തന്നെ പ്രീപ്പസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫീമെയിൽ സിസ്റ്റം ആണെങ്കിലോ ആക്സറി ഡക്റ്റ് സിസ്റ്റം ഉണ്ട്. അതേപോലെ യൂട്രസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഓവറി, പിന്നെ വജൈന, ഇങ്ങനെ ഭാഗങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ വജൈന, സെർവിക്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഭാഗങ്ങൾ, ആ കാര്യങ്ങളാണ് പറയുന്നത്. യൂട്രസിൻ്റെ ഭാഗം പറയുമ്പോൾ 3 ലെയർ ഉണ്ട്. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഔട്ടർ മോസ്റ്റ് ലെയർ പെരിമെട്രിയം, മിഡിൽ മസ്കുലർ ആയിട്ടുള്ള മയോമെട്രിയം, ഇന്നർ വാസ്കുലർ എൻഡോമെട്രിയമാണ് കാണപ്പെടുന്നത്. പിന്നെ പറഞ്ഞത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് മെമ്മറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ചെസ്റ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റിൽ കാണപ്പെടുന്ന, ബ്രസ്റ്റിനകത്താണ് മെമ്മറി അല്ലെങ്കിൽ മെമ്മറി ഗ്ലാൻഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ആക്റ്റീവറസ് ഡക്റ്റ് വരെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ആൽവിയോള എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് ഭാഗങ്ങളാണ് അതിന് പഠിക്കാനുള്ളത്. അതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പിന്നെ പഠിക്കാനുള്ളത് അതിൻ്റെ ഗാമറ്റ് ഫോർമേഷൻ ഓർ ഗാമറ്റോജെനിസിസ്. സ്പെർമറ്റോജെനിസിസ്, മൂജെനിസിസ് മറ്റു ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള വ്യക്തമായിട്ടുള്ള കാണുന്ന ഡയഗ്രമാണ്. എന്ത് ചെയ്യും? പ്യൂബർട്ടി സമയത്ത് സ്പെർമറ്റഗോണിയ പ്രൈമറി സ്പെർമറ്റോസൈറ്റായിട്ട് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് അങ്ങനെ ആവുന്നു. പിന്നെ മിയോസിസ് നടന്നിട്ട് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റും സ്പെർമാറ്റിഡുമായിട്ട് മാറുന്നു. 4 സ്പെർമാറ്റിഡ് കിട്ടും. ഇറ്റ് അണ്ടർഗോ ഡിഫറൻസിയേഷൻ. ആ പ്രോസസ്സിൻ്റെ പേര് സ്പെർമിയേഷൻ എന്നാണ്. അതായത് സ്പെർമിയോജെനിസിസ് എന്നാണ് നമുക്ക് പറയാൻ. അതായത് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന മെയിൽ ഗ്യാമറ്റ് ഫോർമേഷൻ 2 സ്റ്റെപ്പ് ഉണ്ട്. ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ആൻഡ് സ്പെർമിയോജെനിസിസ്. സ്പെർമാറ്റിഡിൽ നിന്ന് സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പെർം ഉണ്ടാകുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനിസിസ്. അതേപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആണെങ്കിലോ ഫീറ്റൽ സ്റ്റേജിൽ നടക്കുന്ന സ്റ്റെപ്പ് നോക്കുക. ഊഗോണിയ പ്രൈമറി യൂസൈറ്റായിട്ട് മാറുന്നു. പിന്നെയോ പ്രൈമറി യൂസൈറ്റ് സെക്കൻഡറി യൂസൈറ്റ് ആകുന്നത് ഫസ്റ്റ് പോളർ ബോഡിയൊക്കെ ആകുന്നപ്പോഴാണ്. ബർത്ത്, ചൈൽഡ്ഹുഡ്, പ്യൂബർട്ടി, അത് അഡൾട്ട് ആകുമ്പോഴേക്കാണ്. ആ ചേഞ്ചസ് നോക്കണം. ഡിസ്കണ്ടിന്യൂസ് ആണ് ഫീമെയിൽ ബോഡിക്കുള്ള പ്രോസസ്സ്. മെയിൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ഒരു ഓവും പിന്നെ സെക്കൻഡ് പോളർ ബോഡിയും ഫോം ചെയ്യുന്നത് വരെ. ഡിഫറെൻറ്റ് ഭാഗങ്ങൾ, സെർട്ടോളി സെൽസ്, അതായത് സ്പെർമറ്റോജെനിസിസിൻ്റെ ഭാഗങ്ങൾ പറയുമ്പോൾ ഡയഗ്രംസ്. സ്ട്രക്ചർ ഓഫ് സ്പെർമറ്റോസോവ കൺസിസ്റ്റ് ഓഫ് ഹെഡ്, അക്രോസോം, ന്യൂക്ലിയസ്, നെക്ക്, മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ, ദെൻ ടെയിൽ. അതിൻ്റെ ഹോർമോണൽ കൺട്രോൾ പറഞ്ഞിരുന്നു. ഹൈപ്പോതലാമസ് ഗൊണഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിറ്റ്യൂട്ടറി LHും FSHും പ്രൊഡ്യൂസ് ചെയ്യും. LH ആണെങ്കിൽ ലേഡിക് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ നടത്തും. FSH ആണെങ്കിൽ സെർട്ടോളി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യിച്ച് സ്പെർം പ്രൊഡക്ഷനും അതേപോലെ തന്നെ ഇൻഹിബിറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇൻഹിബിൻ ഉണ്ട്. പിറ്റ്യൂട്ടറിയുടെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോൺ. പിന്നെ സ്ട്രക്ചർ ഓഫ് ഓവമാണ് പറഞ്ഞത്. സോണ പെലുസിഡ, വിത്തലൈൻ മെംബ്രെയിൻ, കൊറോണ റേഡിയേറ്റ, പ്ലസ് മെംബ്രെയിൻ, അങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. പിന്നെ പറഞ്ഞത് വാട്ട് ഹാപ്പൻസ് ഇഫ് ദ എഗ് ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്.
അതായത് എഗ്ഗ് ഫെർട്ടിലൈസ് ആയില്ലെങ്കിൽ ഉള്ളതിനാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് പ്രൈമേറ്റിൻ്റെ കേസിൽ ഹ്യൂമൻ ബോഡിക്കകത്ത് കാണപ്പെടുന്ന ഒരു 28 ഡേ സൈക്കിളാണിത്. ഫസ്റ്റ് 1 to 7 മാക്സിമം 5 days ആണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്, മെൻസ്ട്രേഷൻ ഫേസ്. പിന്നെ ഓവുലേഷൻ ഫേസ്, പിന്നെയോ 4 ഫേസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ 7 ദിവസമാണ് മെയിനായിട്ട് മെൻസ്ട്രേഷൻ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു 16 ദിവസം വരെയുള്ള സമയത്താണ് എന്തുള്ളത്, നോർമലി ഫെർട്ടിലൈസേഷന് കൂടുതൽ ചാൻസ് ഉള്ളത്. പിന്നെ അതായത് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡയഗ്രാം ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൈ ഡയഗ്രാം എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷന് ചാൻസ് ഉള്ള സമയമാണ്. 1 to 7 ആണെങ്കിൽ എന്തില്ല, ഫെർട്ടിലൈസേഷന് ചാൻസേ ഇല്ല. 8 മുതൽ 9 വരെ 8-9 ദിവസങ്ങളാണെങ്കിൽ ചാൻസ് ഉണ്ട്, പോസിബിൾ ആണ്, പക്ഷേ ഉറപ്പില്ല. ബെസ്റ്റ് ചാൻസ് എപ്പോഴാണ്, 10 to 14 days ആണ്. അപ് ടു 16 days, 10 to 16 അല്ലെങ്കിൽ 70 days ആണ് ബെസ്റ്റ് പറയുന്നത്. പിന്നെ ആ സമയത്താണ് ഓവം ഉണ്ടാവുക. പിന്നെ ഉള്ള സമയത്ത് അൺലൈക്ലി ടു കൺസീവ്, ഒരു ചാൻസും ഇല്ല. കാരണം എന്താ, ആ സമയത്ത് പതുക്കെ ഓവവും അതേപോലെ യൂട്രസിൻ്റെ വാളൊക്കെ മെൻസ്ട്രേഷന് റെഡി ആയിട്ടുണ്ടാവും. ഓവറി ഞാൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ഗ്രാഫ് ഉണ്ട്, ഡയഗ്രാം. മെൻസ്ട്രൽ സൈക്കിൾ സമയത്ത് ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് ചേഞ്ചസ് ആണ് പറയുന്നതിൽ ഈവൻസ്. പ്രൊജസ്ട്രോണിൻ്റെയും ഈസ്ട്രോജൻ്റെയും അതേപോലെ LHൻ്റെയും FSൻ്റെയും പീക്ക് ലെവൽ കിട്ടുന്ന സമയം. മെൻസ്ട്രൽ സൈക്കിളിൽ 4 സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. മെൻസ്ട്രേഷൻ ഫേസ്, പ്രോളിഫറേറ്റീവ് ഫേസ് ഓർ ഫോളിക്കുലർ ഫേസ്, ഓവുലേഷൻ ഫേസ് ഉണ്ട്, അതേപോലെ തന്നെ സെക്രീറ്ററി ഫേസ് എന്ന് പറയുന്ന ലൂട്ടിയൽ ഫേസ്. പിന്നെ ഫെർട്ടിലൈസേഷൻ എന്താണ്, എഗ്ഗും സ്പേമും കൂടിയിട്ടാണ്. ദ ഫ്യൂഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം ന്യൂക്ലിയസ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ദ റിസൾട്ടൻ്റ് ഈസ് കോൾഡ് സൈഗോട്ട്. പിന്നെ ഓവം ഫെർട്ടിലൈസേഷനായി 2 സെൽഡ് കണ്ടീഷൻ, 4 സെൽഡ്, പിന്നെ മോറുലയായിട്ട് മാറും, അവസാനം ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറും എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡയഗ്രാം തന്നെയാണ്, നേരത്തെ മീൻസ് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങളോട് പറഞ്ഞു. പിന്നെ സൈഗോട്ട്, മോറുല, ദെൻ ബ്ലാസ്റ്റുല, പിന്നെ ഇംപ്ലാന്റേഷൻ ആവും. ഇംപ്ലാന്റേഷൻ ആയി കഴിഞ്ഞാൽ പിന്നീട് പ്രഗ്നൻസി പീരീഡാണ് ജസ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി, പാർച്ചുറേഷൻ. അത് കഴിഞ്ഞാൽ കുട്ടിക്ക് മിൽക്ക് കൊടുക്കുന്ന പ്രോസസ്സാണ് ലാക്ടേഷൻ. ഫീറ്റൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. മദറിൻ്റെ ബോഡിക്കകത്ത് ഓരോ മാസം ഉണ്ടാകുന്ന ചേഞ്ചസ്. പിന്നെ ശ്രദ്ധിക്ക് നോക്കുക, നമ്മൾ നേരത്തെ പറയാത്തൊരു കാര്യമാണ്, എംബ്രിയോണിൻ്റെ മെംബ്രെയിനാണ്. എംബ്രിയോണിക് പ്രൊട്ടക്റ്റഡ് ബൈ അമ്നിയോൺ, കോറിയോൺ ആൻഡ് അല്ലൻഡോയിസ്. ഇങ്ങനെ 3 ലെയറായിട്ട് ഉണ്ടാവും. പിന്നെ യോക്ക് സാക്ക് ഉണ്ടാവും, കോറിയോണിക് പ്ലാസെൻറ്റ, പിന്നെ പ്ലാസെൻ്റൽ ഹോർമോൺസ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണം. പിന്നെ ഗസ്റ്റേഷൻ പീരീഡിലെ ചേഞ്ചസ് പറയുമ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്. അതായത് ഫസ്റ്റ് 3 months, പിന്നെ 6 months വരെ ഉള്ളത്, പിന്നെ ലാസ്റ്റ് 3 monthsൻ്റെ 9 months വരെയുള്ള ചേഞ്ചസ്. ഹാർട്ട് ഫോം ചെയ്തതും ലിംസ് ഫോം ചെയ്യുന്നതൊക്കെ. ഹാർട്ട് ഫോം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഫസ്റ്റ് മന്തിലെ ഹാർട്ട് ഫോം ചെയ്യും. പിന്നെ എന്താ പറഞ്ഞത്, പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊലാക്റ്റിൻ വെച്ചിട്ട് ഓക്സിറ്റോസിൻ്റെ മിൽക്ക് ഇജക്ഷൻ എന്ന് പറഞ്ഞ ഹെൽപ്പ് കൂടിയിട്ട് തന്നെ കുട്ടി മിൽക്ക് സക്ക് ചെയ്തെടുക്കുന്നു. ബ്രസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ മെമ്മറി ഗ്ലാൻഡ് മിൽക്ക്, കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ആണ് നമ്മൾ പറഞ്ഞ മിൽക്ക് എന്ന് പറയുന്നത്. കാരണം അത് കൊളസ്ട്രം, യെല്ലോ മിൽക്ക് കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ മീൻസ് നമ്മൾ പറഞ്ഞു ചാപ്റ്റർ സമ്മറിയാണ് പറഞ്ഞത്. ഈ പറയാനുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. അവസാനം അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്കെന്ത് പറയാം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അത് കഴിഞ്ഞാൽ ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, സ്പേമിൻ്റെ ഓവത്തിൻ്റെ ഫോർമേഷൻ, പിന്നെ മെൻസ്ട്രൽ സൈക്കിൾ, മെൻസ്ട്രേഷൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്, അത് കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് പറയുമ്പം ബ്ലാസ്റ്റോസിസ്റ്റ്, മറ്റ് കാര്യങ്ങൾ, പിന്നെ ഫീറ്റൽ ഡെവലപ്മെൻറ്റ്, അത് കഴിഞ്ഞാൽ പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ വരെ. അതായത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസും ഫൈനലി എങ്ങനെയാണ് ഒരു ന്യൂ ബോൺ ബേബി അല്ലെങ്കിൽ ന്യൂ ഓസ്പ്രിങ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ വീഡിയോ നമ്മൾ പറഞ്ഞത് ചാപ്റ്റർ സമ്മറിയാണ്. താങ്ക് യു.